ഒരു അയ്യപ്പൻ എങ്ങനെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ അയ്യപ്പനാകുന്നു എന്നതിനെക്കുറിച്ച് അല്പമൊന്ന് ആലോചിക്കാം. ഒരു അയ്യപ്പൻ പ്രതിദിനം രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ അനുഷ്ഠിക്കുന്ന വ്രതങ്ങളുടെയും വ്യക്തമായ ചിന്തകളുടെയും മാനസികമായ ഏകാഗ്രതയുടെയും ഫലമാണ് ആ അയ്യപ്പൻ്റെ തപസ്. എങ്ങനെയാണ് നാം തപസ് അനുഷ്ഠിക്കുന്നത്, അതുപോലെയിരിക്കും അതിൻ്റെ ഫലങ്ങൾ. ഒരു വെറുതെ നമുക്ക് ചില കോലങ്ങൾ കെട്ടാം, അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ എന്ന്. നമുക്ക് വേണ്ടത് ശാസ്ത്രാവബോധത്തോടു കൂടിയ സാധനാ ചിന്തയാണ്. രാവിലെ എന്തിന് എഴുന്നേൽക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ ശേഷം എല്ലാ ആളുകളും വൃത്തിയായി ഭംഗിയായി ശൗചങ്ങൾ ചെയ്യുക. ഇന്ന് ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ശൗചചിന്ത. ശുചിത്വബോധം ഇല്ല. ഏതൊരയ്യപ്പനും അനിവാര്യമായി വേണ്ടത് ശുചിത്വബോധമാണ്. ശുചിത്വത്തോടു കൂടി ജീവിക്കണം. രണ്ടാമതായിട്ട് ശുചിത്വത്തിൻ്റെ അംഗമായിട്ടുള്ള എല്ലാ ശൗചപ്രക്രിയകളുടെയും ശേഷം കുളിക്കുക. കുളി എന്ന് പറയുന്നത് എല്ലാ ഭേഷജങ്ങളുടെയും മരുന്നുകളുടെയും പ്രയോഗമാണ്. നമ്മുടെ ശരീരത്തെ വൃത്തിയുള്ളതാക്കി തീർത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് തപസ് നിഷ്ഠയുള്ളതാക്കാൻ സാധിക്കൂ. അത് കഴിഞ്ഞാൽ ആ അയ്യപ്പൻ കുളിക്കുന്ന സമയത്ത് തൻ്റെ ഉള്ളിലുള്ള അയ്യപ്പനെയാണ് കുളിപ്പിക്കുന്നത് എന്ന ഭാവത്തോടു കൂടി വേണം കുളിപ്പിക്കാൻ. രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഈ അയ്യപ്പ ചിന്ത സ്വയം ഉടലെടുത്തുകൊണ്ട് തൻ്റെ ഓരോ കർമ്മങ്ങളും അയ്യപ്പന് വേണ്ടിയുള്ളതാണെന്ന് ചിന്തിച്ച് തൻ്റെ ഉള്ളിൽ തന്നെയുള്ള അയ്യപ്പനെ ദർശിക്കാൻ പരിശ്രമിച്ചുകൊണ്ടായിരിക്കണം എല്ലാ ക്രിയകളും ചെയ്യേണ്ടത്. അങ്ങനെ വരുന്ന അടുത്ത ക്രിയ, കുളിച്ചു വന്നു ഈറനോടുകൂടി വന്ന് കർപ്പൂര ആരതി ഒഴിഞ്ഞു. കർപ്പൂര ആരതി അഗ്നിയെ സാക്ഷാത്കരിക്കലാണ്. അഗ്നിയെ സാക്ഷാത്കരിക്കാതെ ഒരു കാരണവശാലും ഒരു സാധകനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം അഗ്രണീർഭവതി ഇതി അഗ്നി, നമ്മളെ മുന്നോട്ട് നയിക്കുന്നവൻ അഗ്നിയാണ്. അതുകൊണ്ട് അഗ്നിയെ സാക്ഷാത്കരിച്ചേ പറ്റൂ. അതിനാൽ ആ അഗ്നിയെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി, പരമേശ്വര ചൈതന്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അയ്യപ്പൻ അത് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നീട് സ്വയം തൻ്റെ ഉള്ളിൽ തന്നെയുള്ള അഗ്നിയെ പ്രജ്വലിപ്പിക്കുന്നതിന് വേണ്ടി നാമഞ്ജപത്തിലൂടെ അഗ്നിയെ സ്വന്തം നാവിൽ വളർത്തിയെടുക്കണം. അങ്ങനെ മനസ്സിൽ ഏറ്റവും സദ്ഭാവനകളെ വിരിയിക്കാൻ ഒരയ്യപ്പന് സാധിക്കണം. അങ്ങനെ മനസ്സിൽ സദ്ഭാവനകൾ വിരിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി മുദ്ര കൊണ്ടും മാല കൊണ്ടും തൻ്റെ ഉള്ളിലുള്ള അയ്യപ്പ ചിന്ത കൂടുതൽ സുദൃഢമാവും. എന്നു മാത്രമല്ല, അത് കഴിഞ്ഞ് അന്നദാനത്തിൽ പങ്കാളികളാവണം. ഭക്ഷണം എല്ലാവർക്കുമായി വീതിച്ചു നൽകണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയെയും ശ്രദ്ധയോടുകൂടി ശുശ്രൂഷിക്കണം. അങ്ങനെ അച്ഛനെയും അമ്മയെയും പരിശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തോടു കൂടി വേണം അയ്യപ്പൻ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. എന്നു മാത്രമല്ല, അതിലൂടെ സ്വയം അയ്യപ്പനായി തീർന്ന് സ്വന്തം ശരീരത്തിലെ ഓരോ കണങ്ങളിലും കോശാന്തരങ്ങളിലും അയ്യപ്പനെ ദർശിക്കുകയും സ്വയം അയ്യപ്പനായി മാറുകയും ചെയ്യുന്നതോടൊപ്പം താൻ ചെയ്യേണ്ട എല്ലാ വിധത്തിലുള്ള കർത്തവ്യങ്ങളും നിഷ്ഠയോടുകൂടി പാലിക്കണം. സർവോപരി ആഹാര നീഹാര വിഹാരങ്ങളിൽ ശ്രദ്ധ വേണം. ചീത്തയായ ആഹാരങ്ങൾ കഴിക്കരുത്. ചീത്തയായ അന്നപാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ജീവിതത്തെ സമ്പൂർണമായും വ്രതനിഷ്ഠമാക്കുന്ന ഒരു വ്യക്തി അയ്യപ്പനായി സ്വയം മാറും. അങ്ങനെ ഞാൻ സ്വയം അയ്യപ്പനാണെന്ന ബോധം ഉൾപ്പെടുന്ന സമയത്ത് മാത്രമേ ഒരു അയ്യപ്പനായി ശബരിമല ശാസ്താവിനെ ദർശിക്കാൻ ഉള്ള യോഗ്യത കൈവരിക്കുന്നുള്ളൂ. അങ്ങനെ സ്വയം യോഗ്യനായി തീരുന്ന അയ്യപ്പൻ്റെ ഉള്ളിൽ സദാ ഉണ്ടാകേണ്ട അയ്യപ്പ ചിന്തയോടൊപ്പം സദാ ഭക്തി പൂർണ്ണമായും ഉണ്ടാവുകയും വേണം. അങ്ങനെ ഭക്തിയോടുകൂടി ഭക്തനായി അയ്യപ്പനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം ഓരോ അയ്യപ്പന്മാരിലും ഈ സമയത്ത് ഉണ്ടാകേണ്ടത്.